എല്ലാ സജ്ജനങ്ങൾക്കും ദിവീസ് ഡിവൈൻ വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വിഷ്ണു സഹസ്രനാമ ജപത്തിൻ്റെ അനന്ത ഫലസിദ്ധികളെ കുറിച്ചാണല്ലോ നാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഫലസിദ്ധികൾ അനന്തമായതുകൊണ്ട് തന്നെ എത്ര പറഞ്ഞാലും തീരുന്നതല്ല. എങ്കിലും കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കാമെന്ന് കരുതി. ആരാണോ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിഷ്ണു സഹസ്രനാമ ജപം ജപിക്കുന്നത് അവർക്ക് സൽകീർത്തിയും കുടുംബത്തിൻ്റെ ഇടയിൽ കുടുംബത്തിൽ ബന്ധുക്കളുടെ ഇടയിൽ പ്രഥമ സ്ഥാനവും ലഭിക്കുന്നു. ഒരു രോഗിയാണിത് ജപിക്കുന്നതെങ്കിൽ രോഗവിമുക്തനായി തീരുന്നു. ഒരാളിത് ജപിക്കുമ്പോൾ അദ്ദേഹത്തെ യാതൊരുവിധ ഭയവും ബാധിക്കുന്നതല്ല. മരണം, ജനനം, വാർദ്ധക്യം തുടങ്ങിയ ഭയങ്ങളിൽ നിന്ന് അദ്ദേഹം വിമുക്തനായി തീരുന്നു. കൂടാതെ ദാരിദ്ര്യത്തിൽപ്പെട്ടുഴലുന്നവനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം വിട്ടകലുന്നു. വാസുദേവാശ്രയോ മർത്യോ വാസുദേവ പരായണ സർവപാപ വിശുദ്ധാത്മ യാതി ബ്രഹ്മ സനാതനം എന്ന് വിഷ്ണു സഹസ്രനാമ ജപത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിനർത്ഥം? വാസുദേവനാണ് പരമമായ പ്രാപ്യസ്ഥാനം എന്ന് കരുതി ആരാണോ മഹാവിഷ്ണുവിനെ പ്രാപിക്കുന്നത്, മനസ്സറിഞ്ഞ് ജപിക്കുന്നത്, അവർ സർവപാപ മോചിതരായി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ തന്നെ എത്തിച്ചേരുന്നു. ഇതിൽ പരം ആനന്ദം എന്താണുള്ളത്? കൂടാതെ ആരാണോ ഇത് ജപിക്കുന്നത് അവർക്ക് അസൂയ, കോപം, അത്യാഗ്രഹം തുടങ്ങിയ ദുശ്ശീലങ്ങളുണ്ടെങ്കിൽ നിരന്തരമായ ജപത്തിലൂടെ ഇതെല്ലാം പതുക്കെ വിട്ടകലുന്നത് കാണാൻ സാധിക്കും. ചിലരെ കണ്ടിട്ടുണ്ട്, ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വാക്ക് പിന്നെ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുന്നത്, മുൻകോപത്തോടെ സംസാരിക്കുന്നവരെ കണ്ടുമുട്ടിയിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും. ഇങ്ങനെയുള്ളവർ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ അവരുടെ കോപമെല്ലാം മാറി ക്ഷമാശീലമുള്ളവരായി തീരുന്നതാണ്. സമുദ്രങ്ങളെയും മഹാസമുദ്രങ്ങളെയും ആകാശത്തെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ എന്നിവയെല്ലാം സ്വാധീനിക്കുന്നതും ഭൂമിയുടെ ഭ്രമണം സ്വാധീനിക്കുന്നതുമെല്ലാം ശ്രീ മഹാവിഷ്ണുവാണ്. സ്ഥിതിയുടെ കാരകനാണ് ശ്രീ മഹാവിഷ്ണു. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ അഭയം പ്രാപിക്കുന്നവരെ അദ്ദേഹം ഒരിക്കലും കൈവിടുകയില്ല. കൂടാതെ ഗന്ധർവന്മാർ, ദേവന്മാർ, രാക്ഷസന്മാർ, നാഗത്താന്മാർ, യക്ഷ കിന്നര ഗന്ധർവന്മാർ എന്നിവയെല്ലാം സ്വാധീനിക്കുന്നത് മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഭജിച്ചാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭയത്തിൻ്റെയും ആവശ്യമില്ല, ഒരശുഭവും നമുക്ക് സംഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ധൈര്യമായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിച്ചോളൂ. ഫലസിദ്ധി അനന്തമാണ്. എൻ്റെ ഈ വാക്കുകളെല്ലാം അദ്ദേഹത്തിൻ്റെ കാൽക്കൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ, ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം.